നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റിപ്പബ്ലിക് ഡേ സെയിൽ വരാറായി. അതായത് ഫ്ലിപ്കാർട്ട്, ആമസോൺ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഓഫേഴ്സ് എന്ന് പറഞ്ഞാലും കൂടുതലും കാർഡ് ഓഫേഴ്സ് ഒക്കെ ആയിരിക്കും വരിക. അതും ക്രെഡിറ്റ് കാർഡുകൾക്കായിരിക്കും കൂടുതൽ ഓഫേഴ്സ് ഉണ്ടാവുക. അതായത് ICICI കാർഡ്, ഫ്ലിപ്കാർട്ട് ആക്സ് ബാങ്ക് കാർഡ്, കോട്ടക് മഹീന്ദ്ര കാർഡ്, കൂടാണ്ട് SBI കാർഡ്, HDFC കാർഡ് തുടങ്ങിയ ക്രെഡിറ്റ് കാർഡുകൾക്കായിരിക്കും ഇതുപോലുള്ള ഓഫേഴ്സും കാര്യങ്ങൾ കൂടുതലായിട്ടും അതായത് ഇലക്ട്രോണിക് സാധനങ്ങൾ ഫോണുകളൊക്കെ മേടിക്കുന്ന സമയത്ത് കിട്ടാൻ സാധ്യതയുള്ളത്. നമ്മൾ കഴിഞ്ഞ ബിഗ് ബില്യൺ സെയിൽ സമയത്ത് കണ്ടാണ് കൂടുതലും കാർഡ് ഓഫേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ചെറിയ രീതിയിലുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും നോർമലി നമുക്ക് ലഭിക്കുക. അതല്ലാണ്ട് നമുക്ക് നല്ലൊരു ഡിസ്കൗണ്ട് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കാർഡ് ഓഫേഴ്സ് ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഡിസ്കൗണ്ട് ഒക്കെ ലഭിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു കാർഡ് ഓഫേഴ്സ് സെലക്ടഡ് ആയിട്ടുള്ള കാർഡുകൾക്ക് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. നിലവിൽ ഇതുവരെ റിപ്പബ്ലിക് ഡേ സെയിലിന്റെ ഡേറ്റോ കാര്യങ്ങളൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. എങ്ങനെ പോയാലും ജാനുവരി 3rd വീക്കോട് കൂടി സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഞാൻ ആക്ച്വലി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഈ ഒരു സെയിലിനെ പറ്റി പറയാൻ വേണ്ടി ആയിരുന്നില്ല. കാരണം എന്നോട് കുറച്ച് പേര് പേഴ്സണലി മെസ്സേജ് അയക്കും, അതുപോലെ തന്നെ കമന്റ് ചെയ്യാൻ ചോദിച്ചു. അതായത് iPhone 13 എത്ര രൂപ വരെ ഡിസ്കൗണ്ട് വരാൻ സാധ്യതയുണ്ട്, അതുപോലെ iPhone 15 ഓഫർ വരുമോ, അതല്ലാന്നുണ്ടെങ്കിൽ 14 എടുക്കണോ 15 എടുക്കണോ എന്നൊക്കെ ഒരുപാട് ചോദിക്കുന്നുണ്ടായി. അതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അതായത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞു പോകാനാണ് ശ്രമിക്കുന്നത്. ഞാൻ ഓൾറെഡി iPhone 13 ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ 13 എടുക്കണോ 14 എടുക്കണോ കൺഫ്യൂഷൻ നിൽക്കണമെന്ന് മാർക്ക് കിട്ടും. iPhone 13 ഈ ഒരു സെയിലിൽ എത്ര രൂപ കിട്ടാൻ സാധ്യതയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലത്തെ iPhone 13 പ്രൈസ് വരുന്നത് 52,000 53,000 രൂപ ഇടയ്ക്കാണ്. അതായത് 128 GB കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ ഒരു ഓഫേഴ്സ് എല്ലാം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 45,000 48,000 രൂപയ്ക്ക് ഇടയ്ക്കായിട്ടുള്ള ഒരു പ്രൈസിലായിരിക്കും iPhone 13 വരാൻ സാധ്യതയുള്ളത്. നമ്മൾ കഴിഞ്ഞ ബിഗ് ബില്യൺ സെയിൽ കണ്ട ആ ഒരു ഓഫർ പ്രൈസ് തന്നെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനേക്കാളും എന്തായാലും ചിലപ്പോൾ കുറച്ചും കൂടെ പ്രൈസ് കൂടുതലാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ 45,000 48,000 രൂപയ്ക്കും ഇടയ്ക്കായിരിക്കും iPhone 13 പ്രൈസ് വരാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞത്. അപ്പം ഏകദേശം അതായിരിക്കും iPhone 13 പ്രൈസ്. അതുപോലെ തന്നെ iPhone 14 നോക്കുകയാണെന്നുണ്ടെങ്കിൽ iPhone 14 ഇതിലടുത്ത പ്രൈസ് വരുന്നത് 58,000 59,000 രൂപ ഇടയ്ക്കാണ്. അപ്പം ഓഫേഴ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു സെയിലിൽ ഏകദേശം ഒരു 52,000 55,000 രൂപയ്ക്കും ഇടയ്ക്കായിരിക്കും iPhone 14 പ്രൈസ് വരാൻ സാധ്യതയുള്ളത്. ഞാനൊരു ഏകദേശം പ്രൈസാണ് പറയുന്നത്, എന്തായാലും ഇതിനുള്ളിൽ വരാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്തേക്ക് വരുന്ന iPhone 15 ആണ്. iPhone 15 ആദ്യമായിട്ട് ഈ ഒരു റിപ്പബ്ലിക് ഡേ സെയിൽ ഓഫർ വരാൻ സാധ്യതയുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് iPhone 15 ഇറങ്ങിയതിന് ശേഷം ഇതുവരെ അങ്ങനെ പ്രൈസ് ഡ്രോപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതുപോലെ ഓഫറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു സെയിലായിരിക്കും iPhone 15 കാര്യമായുള്ള ഒരു ഓഫർ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ നിലവിലത്തെ iPhone 15 പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 72,000 73,000 രൂപയ്ക്ക് ഇടയ്ക്കാണ് iPhone 15 പ്രൈസ് ഉള്ളത്. അപ്പം ഓഫറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 65,000 രൂപയ്ക്കും 70,000 രൂപയ്ക്കും ഇടയ്ക്കായിട്ടായിരിക്കും iPhone 15 ഈ ഒരു ഓഫറിൽ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ ഒരു 3 മോഡലുകളുടെ പ്രൈസും കാര്യങ്ങളെല്ലാം ഏകദേശം ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ എല്ലാവർക്കും വരുന്ന സംശയമാണ് ഈ കൂട്ടത്തിൽ ഈ ഒരു 3 മോഡലുകളുടെ കൂട്ടത്തിൽ ഏത് ഡിവൈസ് വാങ്ങണം എന്നുള്ളത്. ഞാൻ ഈ ഒരു ബേസ് മോഡലുകളുടെ കാര്യമാണ് പറയുന്നത്. കാരണം ബേസ് മോഡലുകൾക്കാണ് മെയിനായിട്ട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളത്. അതായത് ഈ ഒരു ഓഫർ ടൈമിൽ കൂടുതൽ പേരും വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ബേസ് മോഡലുകളായിരിക്കും. അപ്പോൾ ഈ ഒരു 3 മോഡലുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏത് ഐഫോൺ വാങ്ങുന്നതാണ് ബെറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും iPhone 15 ആണെന്ന് പറയത്തുള്ളൂ. കാരണം നിങ്ങൾക്ക് അത്രയും ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റിയ നല്ലൊരു ഐഫോണാണ് 15. അതായത് 13 14 വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് പുതുതായിട്ട് 10ഓളം ചേഞ്ചസ് 15 വന്നിട്ടുണ്ട്. അതായത് കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് പ്രോസറിന്റെ കാര്യത്തിലാണ്. അതായത് 15 A16 ചിപ്പ് വന്നിട്ടുണ്ട്. അത് കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള പ്രോസറാണ്. മാത്രമല്ല റാം വരുന്നത് LPDDR5 റാമാണ് 15 വരുന്നത്. അതുപോലെ തന്നെ പ്രോ വേരിയന്റുകളിൽ മാത്രം കണ്ടുവന്നിട്ടുള്ള ഡൈനാമിക് ആയിട്ട് 15 വരുന്നുണ്ട്. iPhone 15 എടുത്തു പറയേണ്ട വേറൊരു ചേഞ്ചാണ് USB-C 2.0 ആണെന്നുണ്ടെങ്കിലും iPhone 15 USB-C ഉള്ളതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുപോലെ തന്നെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13 14 വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ നല്ല ക്യാമറയാണ് 15 വരുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിലും 15 അതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. മാത്രമല്ല വീഡിയോ റെക്കോർഡിംഗിലേക്ക് വരുന്ന സമയത്ത് സിനിമാറ്റിക് മോഡിൽ 4K നമുക്ക് വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേയുടെ ഭാഗത്തും കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബാക്കിയുള്ള 2 മോഡൽ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് iPhone 15 അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് iPhone 15 വാങ്ങാനുള്ള അത്ര ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫോണായിരിക്കും iPhone 15. പക്ഷേ ഞാൻ ആരോടും ഈ ഒരു സെയിലിൽ തന്നെ 15 മേടിക്കണമെന്ന് പറയത്തില്ല. കഴിയുന്നുണ്ടെങ്കിൽ അടുത്ത സെപ്റ്റംബർ വരെ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് ബിഗ് ബില്യൺ സെയിലിൽ തീർച്ചയായിട്ടും നല്ലൊരു ഡിസ്കൗണ്ടോട് കൂടി 15 വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാൻ കഴിയാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് iPhone 15 അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൈസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് കാർഡ് ഓഫേഴ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. അതല്ലാണ്ട് കാർഡ് ഓഫേഴ്സ് ഒന്നും ഇല്ലാണ്ട് അത്ര നല്ലൊരു ഡിസ്കൗണ്ടിലൊന്നും 15 കിട്ടാൻ സാധ്യതയില്ല. അതിപ്പം ഏതൊക്കെ സെയിൽ വന്നാലും 15 ആണെന്നല്ല 13 ആയാൽ പോലും കാർഡ് ഓഫേഴ്സ് ഒക്കെ കഴിഞ്ഞ ഒരു സമയത്ത് നമുക്ക് നല്ലൊരു ഡിസ്കൗണ്ട് കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പം അങ്ങനെയാണ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പ്രൈസിന് തന്നെ 15 കിട്ടാൻ സാധ്യതയുണ്ട്.
ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വെയിറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യില്ല പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 15 കൊടുത്ത് നല്ലതെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അതിന് താഴെയുള്ള മുകളിലുള്ള മോശമാണെന്നല്ല. അതായത് ഇപ്പോൾ 40 വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു 10,000 അല്ലെങ്കിൽ 12,000 രൂപ ഡിഫറൻസ് ഉണ്ട് 15 അപ്പോൾ നിങ്ങൾക്ക് അത്രയും പൈസ അഫോർഡ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ 15 തന്നെ മേടിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ 40 വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 15 വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ക്യാമറയുള്ള ഒരു ഫോൺ ലഭിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 14+ വാങ്ങണം. നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ വേണം, അല്ലെങ്കിൽ കുറച്ചുകൂടി വലിയ ഡിസ്പ്ലേ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 14+ വാങ്ങാം. 14+ വളരെ നല്ലൊരു ഡിവൈസാണ്. 40 വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 40 വേണം നിർബന്ധമാണെന്നുണ്ടെങ്കിൽ 14+ലേക്ക് പോകാം. ഇനി 13 എടുക്കണോ 14 എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 13 ഒരു യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ പോലെ ഞാനൊരു വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നോട് 13 വാങ്ങണം 14 വാങ്ങണം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും 13 വാങ്ങാനേ പറയത്തുള്ളൂ. കാരണം 13 14 തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലാന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എന്തായാലും നമ്മൾ 13 തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് പിന്നെ 14 വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും പൈസ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റിയ ഫോണായിരിക്കും 14. പിന്നെ ഒരു 50,000 രൂപയ്ക്ക് താഴെ വാങ്ങാൻ പറ്റിയ നല്ലൊരു ഫോൺ ഏതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഐഫോണിലോട്ട് ഇപ്പം വാങ്ങാൻ പറ്റിയ നല്ലൊരു ഐഫോൺ 13 തന്നെയാണ്. ട്വൽവിലേക്കൊക്കെ പോകണം എന്നെനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ 12 വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 13 വാങ്ങുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. കാരണം 12 അത്ര നല്ല ബാറ്ററി ബാക്കപ്പ് കാര്യങ്ങൾ ലഭിക്കത്തില്ല. അതല്ല നിങ്ങൾ ബഡ്ജറ്റ് 50,000 രൂപയ്ക്ക് താഴെ ഉള്ളതെന്നുണ്ടെങ്കിൽ 13 ധൈര്യമായിട്ട് എടുക്കാം. വളരെ നല്ലൊരു ഡിവൈസാണ്. ഞാനൊരു 2 വർഷത്തോളം ആവാറാവുന്നു ഇപ്പോൾ 13 യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്ക് വേറെ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഒരുപാട് പേർക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ശേഷം ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നിലവിൽ ഇതുവരെ പ്രശ്നമുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല. ഈ വരുമോ ഇല്ലെന്ന് അറിയത്തില്ല. എന്നാലും ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് 13 യൂസ് ചെയ്ത് വെച്ചിട്ട്. ഞാൻ കൂടുതലും വീഡിയോസാണ് ഇത് 13 യൂസ് ചെയ്ത് എടുക്കാറുള്ളത്. ഞാൻ അത്യാവശ്യം ഹാപ്പിയാണ്. ഫോട്ടോയുടെ കാര്യത്തിൽ പറയുന്നുണ്ടായിരുന്നു. ഞാൻ മുമ്പ് ചെയ്ത വീഡിയോസിലൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഞാൻ അത്ര ഹാപ്പി അല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഐ ബട്ടണിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഇതിലൂടെ ഇത്രയേ ഉള്ളൂ. എന്നോട് കുറച്ചൊരു പേഴ്സണലായിട്ട് അതുപോലെ തന്നെ കമന്റിലും കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യാം. വീഡിയോ പറ്റി ലൈക്ക് ആയ കാര്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാതിരിക്കും. ബൈ.